നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് എക്സസൈസ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് തൊണ്ടയ്ക്കൊക്കെ വളരെ കുറച്ച് പ്രോബ്ലം ഉള്ളൊരു ദിവസമാണ്. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട്, അപ്പോൾ ഇന്ന് തീരെ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും പാട്ടിന് പകരം നിങ്ങൾക്ക് കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എക്സസൈസ് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. തൊണ്ട വലിയ സുഖമില്ലാത്തത് കൊണ്ട് വല്ലാതെ ഞാൻ മെനക്കെടാറില്ല. എന്നാലും സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് പാടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് അതും നമ്മൾ ഇതായിട്ട് പോകണമല്ലോ, എങ്ങനെയെങ്കിലും തരണം ചെയ്ത് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഡെയിലി പാടുന്നു എന്ന് മാത്രം. അപ്പോൾ പാടാതിരുന്ന് കഴിഞ്ഞാലും പ്രശ്നം, കൂടുതലായി പാടിയാലും അതും പ്രശ്നം. ഇന്ന് കുറച്ച് സ്ട്രെയിൻ കൂടുതൽ എടുക്കേണ്ടി വന്നു ക്ലാസ്സിൽ പോയിട്ട്. കുട്ടികളുമായിട്ട്, ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വല്ലാതെ ഒച്ചെടുക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരും അല്ലേ. അപ്പോൾ ഏറ്റവും പാട്ട് പാടുന്നവർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സംസാരിക്കാതിരിക്കുക. അതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങൾ. ശരിക്കും പ്രൊഫഷണലായിട്ട് പാടുന്നവരാണെങ്കിൽ പോലും ശരിക്കും വളരെ അധിക നേരം സംസാരിക്കാതെ അങ്ങനെ തൊണ്ട വളരെ സൂക്ഷിക്കണം എന്നല്ലേ പറയുക. അപ്പോൾ ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ നേരത്തെ. ഞാനൊക്കെ ഗാനമേളയ്ക്ക് പോകുമ്പോൾ തൊണ്ടയൊക്കെ വളരെ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാൽ അത്ര ശ്രദ്ധിക്കും. കാരണം വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പോകുമ്പോൾ തന്നെ ഞാൻ ആരോട് സംസാരിക്കാറേ ഇല്ല. അപ്പോൾ സംസാരിക്കാതിരുന്ന് അന്നൊക്കെ ഞാൻ പാട്ട് പഠിച്ചിരുന്നത് വോക്ക്മാൻ ആയിരുന്നു. അന്നൊക്കെ ഒരു വോക്ക്മാൻ ഉണ്ടായിരുന്നു, ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചിട്ട് വോക്ക്മാനും പിടിച്ച് വണ്ടിയിൽ അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാട്ടുകളും പാടാനുള്ളതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇനി അതില്ലെങ്കിൽ തന്നെ കൂടുതൽ ഞാൻ ആരോടും സംസാരിക്കാനൊന്നും പോവാറുമില്ല. അപ്പോൾ ചിലരൊക്കെ പറയും ജാടയാണ്, അധികം സംസാരിക്കാത്തതുകൊണ്ട് ജാടയാണ് എന്നൊക്കെ ചിലർ പറയും. പക്ഷേ എൻ്റെ സ്വഭാവവും അന്ന് അങ്ങനെ തന്നെയായിരുന്നു. അധികം ആരോടും മിണ്ടാത്തൊരു സ്വഭാവം കൂടി ആയിരുന്നു. പക്ഷെ അതെനിക്ക് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഹിസ്റ്ററി പറയുമൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് കുറേയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അന്നൊക്കെ പാടാൻ പോകുമ്പോൾ ഞാൻ ഇരട്ടി മധുരം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആ ഇരട്ടി മധുരം ഞാൻ എന്ത് ചെയ്യും, അത് തിളപ്പിക്കാനോ അവയിലെ വേറൊരു പണിക്ക് നിൽക്കാറില്ല. അത് കുറച്ച് കയ്യിലെടുത്ത് വെക്കും ബാഗിൽ. അത് സ്റ്റേജിൽ കയറാറാകുമ്പോൾ ഏകദേശം ആ സമയമാകുമ്പോഴേക്കും അതിൻ്റെ കുറച്ച് ഒരു ശകലം അതിൻ്റെ എടുത്തിട്ട് വായിലിങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ആ നീരിങ്ങനെ വലിച്ച് നമ്മളിങ്ങനെ ചവച്ച് അതിൻ്റെ നീര് മുഴുവൻ ഇങ്ങനെ ഇറക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുപ്പിക്കളയാം. നമ്മൾ ഈ കരിമ്പൊക്കെ തിന്ന് അതിൻ്റെ സത്ത് മുഴുവൻ നമ്മൾ അകത്താക്കിയിട്ട് തുപ്പിക്കളയില്ല. അതേമാതിരി ഇതിൻ്റെ സത്ത് എന്ന് പറയാൻ അതങ്ങനെ മുഴുവൻ ഇതാക്കിയിട്ട് നമ്മളത് തുപ്പിക്കളഞ്ഞാൽ മതി. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അന്ന്. അല്ലാതെ ഞാൻ വെള്ളം കുടിപ്പിക്കാനോ വെള്ളം തിളപ്പിക്കാനോ അത് കുടിക്കാനോ ഒന്നും അങ്ങനെ നിന്നിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ഒരു കാര്യങ്ങളായിരുന്നു. പിന്നെ എൻ്റെ തൊണ്ട വല്ലാതെ കഫം കെട്ടുന്ന ദിവസങ്ങളിലൊക്കെ മറ്റേ വ്യോഷാദി വടകം എന്ന് പറഞ്ഞിട്ടൊരു എന്നെ പഠിപ്പിച്ച ഒരു മാഷുണ്ടായിരുന്നു, നടേശൻ ഭാഗവതർ. സാറിൻ്റെ കീഴിലായിരുന്നു ഞാൻ സംഗീതം അഭ്യസിച്ചിരുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു ഇതായിരുന്നു, സാർ എന്നും അത് ഉപയോഗിക്കും. അപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിരുന്നു, നീ പാടാൻ പോകുമ്പോൾ ഇത് ഉപയോഗിച്ചാൽ മതി, തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടും. അപ്പോൾ ഞങ്ങളെയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്കൊക്കെ കുറേശ്ശെ അന്ന് തന്നിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് വളരെ ഒരു അത് കഴിഞ്ഞ് അത് കുറച്ച് ഒരു വായിലിട്ട് കഴിഞ്ഞ് ഇത്തിരി വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് നല്ലൊരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ അതും ഞാനിങ്ങനെ നമ്മുടെ ആയുർവേദശാലയിലൊക്കെ മേടിക്കാൻ കിട്ടും വ്യോഷാദി വടകം. അപ്പോൾ അതും ഞാൻ ഉപയോഗിച്ചിരുന്നു. തൊണ്ടയ്ക്ക് നല്ലൊരു ഗുണമാണ് എനിക്ക് ചെയ്തിട്ടുള്ളത് അന്നൊക്കെ. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞു വന്നത് പാട്ടുകാർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൊണ്ട തന്നെയാണല്ലോ, അതിൽ സംശയമൊന്നുമില്ല. പാട്ടുകാരെന്ന് പറഞ്ഞാലും വളരെ ഈ പ്രസംഗിക്കുന്നവരാണെങ്കിൽ പോലും അനൗൺസ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും എല്ലാവർക്കും തൊണ്ടയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇത്. അതിനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും കഴിയില്ല. അപ്പം നമ്മളതിനെ സൂക്ഷിക്കേണ്ട ചില മാർഗങ്ങൾ, അതേപോലെ ബ്രീത്തിങ് എക്സസൈസൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുട്ടികളെ കൊണ്ട് ആദ്യം ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യിപ്പിക്കാറ്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് 3 പ്രാവശ്യം അത് ചെയ്തിട്ട് മാത്രമാണ് അവരെ ഇരുത്തുക. എന്നാലും പാട്ട് പാടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബ്രീത്തിങ് പവർ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ബ്രീത്തിങ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം, നിങ്ങളൊക്കെ യോഗയിലൊക്കെ അത് നമുക്ക് ചെയ്യാറുണ്ട് സാധാരണ. ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ തൊണ്ടയിൽ നമ്മൾ വളരെ ശ്വാസം ഇങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങോട്ട് ആദ്യം നല്ലോണം അകത്തേക്ക് ഉള്ളിലേക്ക് വലിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മെല്ലെയാണ് ശ്വാസം നമ്മൾ വിട്ട് കളയുക. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് ശ്വാസം എടുത്ത് പെട്ടെന്ന് വിടുക എന്നുള്ളതല്ല.
മെല്ലെ നമ്മൾ ശ്വാസം അകത്തേക്ക് വലിച്ച് എടുത്തു കഴിഞ്ഞിട്ട് മെല്ലെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം കൺട്രോൾ ചെയ്ത് പിടിച്ച് വെച്ചിട്ട് നമ്മൾ സെക്കൻഡുകൾ പിടിച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ശ്വാസം മെല്ലെ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഒരു രീതിയാണ്. അതെല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ ആദ്യമായിട്ടുള്ള അറിവൊന്നും എല്ലാവർക്കും. അപ്പം അത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ ബ്രീത്തിങ്ങിന് ഏറ്റവും വലിയൊരു സംഭവമാണത്. ചില പാട്ടുകളൊക്കെ നമുക്ക് ഒരൊറ്റടിക്കിൽ പാടേണ്ട പാട്ടുകളൊക്കെ നമുക്ക് ബ്രീത്ത് കിട്ടാതെ നമ്മൾ വളരെ വിഷമിക്കാറുണ്ട് ചില നേരത്തെ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ്. പിന്നെ തൊണ്ടയുടെ കാര്യമാണെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക, തണുത്ത മോര് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യണം. തണുത്ത വെള്ളം ഞാൻ കുടിക്കാറില്ല കേട്ടോ. വളരെ അത്രയും കൊതി തോന്നുമ്പോൾ മാത്രം ഇത്തിരി എടുത്ത് കുടിക്കും. അപ്പോൾ അല്ലാതെ ഞാൻ കുടിക്കാറില്ല. പക്ഷെ മോര് ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് ഉപദേശിക്കുമെങ്കിലും മോര് എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ്. അത് ഞാൻ കഴിക്കാറുമുണ്ട്. പക്ഷെ എന്നും ഡെയിലി ഇല്ലാന്ന് മാത്രം. അപ്പോൾ മോരും തണുത്ത മോരാണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ തൊണ്ടകൾ ഏറ്റവും സൂക്ഷിക്കണം. ചൂടുവെള്ളം എപ്പോഴും കയ്യിൽ കരുതുക. പാടുന്നവരാണെങ്കിലും എപ്പോഴും ചൂടുവെള്ളം കയ്യിൽ കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടി ഔഷധി വടകം, ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇരട്ടി മധുരം, ഇതൊക്കെ ഏറ്റവും നല്ല ഒരു നമ്മുടെ തൊണ്ടയ്ക്ക് സുഖം കിട്ടുക. അതേപോലെ വേറൊരു കാര്യം ഞാൻ ചെയ്തിരുന്നു, കൽക്കണ്ടം ഞാൻ പണ്ടൊക്കെ എനിക്ക് അമ്മ തന്നിരുന്നു. കൽക്കണ്ടവും പിന്നെ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട്, കുരുമുളകും ഒരു 2 മണി കുരുമുളക് എടുത്തിട്ട് അതും കൂടി ചതച്ചിട്ട് ഈ 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ള ഒരു നല്ലൊരു സുഖമാണ് തൊണ്ടയ്ക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ഏറ്റവും പ്രയോജനം ചെയ്തിരുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്കത് സ്വീകരിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാര്യങ്ങളും കുറച്ച് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്കിനി അടുത്ത പാട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം. ഓക്കെ, അതുവരേക്കും എല്ലാവർക്കും ബൈ.